പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടതെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ട്രയലാണ്. ഇത് അലോട്ട്മെന്റ് ഷുവർ നൽകുന്ന ഒന്നല്ല. രണ്ടാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് റാങ്ക് ലിസ്റ്റ്, വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഒന്നും പബ്ലിഷ് ചെയ്യല്ല. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടാവും. ഇല്ലെങ്കിൽ നോ അലോട്ട്മെന്റ് എന്ന് കാണാവുന്നതാണ്. ഈ രീതിയിലാണ് മറ്റു റാങ്ക് ലിസ്റ്റുകളൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാറില്ല. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എഡിറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ അഡ്മിഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതാണ്. നമുക്ക് അതിലേക്ക് നോക്കാം. നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തില്ല. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റിയും കൊടുത്തിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്താൽ ഇതുപോലെ കാണാം. അൺലോക്ക് ബാർ എഡിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ കണ്ടല്ലോ. ഇതിലാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അൺലോക്ക് ഓർ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരുത്തലുകൾ ഉൾപ്പെടുത്തി രേഖപ്പെടുത്തിയ ശേഷം അന്തിമ സമർപ്പണം നടത്തുന്ന അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്ത എഡിറ്റിംഗിന് ശേഷമുള്ള PDF എടുത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. രണ്ടാണെങ്കിലും ശരിയാണ്. പിന്നെ ഇവിടെ കാണുന്ന പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത്, ഇവിടെ കാണുന്ന ഡൗൺലോഡ് പ്രിന്റ് ഔട്ട് പുതിയ പ്രിന്റ് ഔട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അൺലോക്ക് എഡിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മളെ സെക്യൂരിറ്റി കീ കൊടുക്കുക. സെക്യൂരിറ്റി കീ കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുക. വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണെങ്കിൽ വെയിറ്റേജ് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്താണ് ചെയ്യേണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. മാർക്ക് ഡീറ്റെയിൽസ് ആണ് അത് ഓപ്പൺ ചെയ്യുക. കോളേജ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. ഫൈനലായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പ്രിവ്യൂ എടുക്കുക. ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും. ഓക്കെ, ആ പ്രിവ്യൂവിൽ നമ്മൾ നെയിം കറക്റ്റ് ആണെന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിന്റെ അടിയിൽ പോയി നോക്കിയാൽ ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്താൽ ഇതേപോലെ വരും. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, മൊബൈൽ, ഇമെയിൽ, HSC ഇതൊക്കെ കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. അതൊക്കെ കറക്റ്റ് അല്ലേ കൊടുത്തത് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ഐ അഗ്രി, സേവ് ആൻഡ് പ്രൊസീഡ്. സേവ് ആൻഡ് പ്രൊസീഡ് നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് പ്രിന്റ് ഔട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് ഔട്ടിനുള്ള ഭാഗം PDF ഡൗൺലോഡ് ചെയ്ത് എടുത്തു സൂക്ഷിക്കുക. വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തും സൂക്ഷിക്കാവുന്നതാണ്. അഡ്മിഷൻ സമയത്ത് ഈ പുതിയ പ്രിന്റ് ഔട്ടാണ്, എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രിന്റ് ഔട്ടാണ് ഹാജരാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.